ഹലോ, പറയുന്നത് ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ഇടണം. കേൾക്കുന്നുണ്ടെങ്കിൽ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ഇടണം. ഞാൻ പറഞ്ഞ് കേൾക്കാവോ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ് എടുത്തത് KS ആണെന്ന് തോന്നുന്നത്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് സർവീസ് അല്ലേ? അടുത്തത് എടുക്കാൻ പോകുന്നത് മറ്റേ കേരള പബ്ലിക് സർവീസ് ആക്ട് മുതലാണ് ക്ലാസ് തുടങ്ങാം അല്ലേ? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 ആണ് നിലവിൽ വന്നത്. അതായത് കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1968 സെപ്റ്റംബർ 17. അതായത് കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥരുടെ നിയമനം, അതുപോലെ തന്നെ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ തുടങ്ങിയവയെ സംബന്ധിച്ച് ചട്ടങ്ങൾ രൂപീകരിക്കാൻ കേരള സർക്കാരിന് അധികാരം നൽകുന്ന നിയമമാണ് എന്ത്? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. അതുപോലെ തന്നെ ഭരണഘടനയുടെ 350 അനുച്ഛേദം അനുസരിച്ചാണ് എന്ത്? കേരള പബ്ലിക് സർവീസ് ആക്ട് നിയമസഭ പാസ്സാക്കിയത്. നമ്മളിതിൽ 3 പോയിന്റാണ് പഠിച്ചത്. കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്നത് 1968 സെപ്റ്റംബർ 17. ഇതിൽ ഉൾപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥരുടെ നിയമനം, അതുപോലെ തന്നെ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ തുടങ്ങിയവയെ സംബന്ധിച്ച് ചട്ടങ്ങൾ രൂപീകരിക്കാൻ കേരള സർക്കാരിന് അധികാരം നൽകുന്ന നിയമമാണ് എന്ത്? 1968 കേരള പബ്ലിക് സർവീസ് ആക്ട്. അതുപോലെ തന്നെ എന്താണ്? ഭരണഘടനയുടെ 350 അനുച്ഛേദം അനുസരിച്ചാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് നിയമസഭ പാസ്സാക്കിയത്. ഇതുവരെ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണോ? അതായത് ക്ലിയർ ആയോ? കമന്റ് ചെയ്യൂ. റിപ്പീറ്റ് ഒന്നുകൂടി പറയണോ? ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. അടുത്ത പോയിന്റാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958. അതായത് കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം, അതുപോലെ തന്നെ സീനിയോറിറ്റി, പ്രൊമോഷൻ തുടങ്ങിയവയാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെടുന്നത്. എന്താണ്? കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം, സീനിയോറിറ്റി, പ്രൊമോഷൻ തുടങ്ങിയൊക്കെയാണ് എന്ത്? കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ വന്നത് 1958 എന്നാണ്. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ വന്നത് 1958. അതിൽ 2 പോയിന്റ് പഠിക്കാനുള്ളൂ. കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം, സീനിയോറിറ്റി, പ്രൊമോഷൻ തുടങ്ങിയവയാണ് എന്ത്? കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ വന്നത് എന്നാണ്? 1958. ഈ 2 പോയിന്റാണ് ഇതിൽ വരുന്നത്. അടുത്ത പോയിന്റാണ് കേരള സർവീസ് റൂൾസ്. 1959 നിലവിൽ വന്നത്. 1959 നവംബർ 1. കേരള സർവീസ് റൂൾസ് നിലവിൽ വന്ന് 1959 നവംബർ 1. അതായത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണവ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് ചേർത്ത് കേരള സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥരാക്കി മാറ്റിയ നിയമമാണ് എന്ത്? കേരള സർവീസ് റൂൾസ്. അതായത് ആർട്ടിക്കിൾ 309 പ്രകാരമാണ് കേരള സർവീസ് റൂൾസ് നിലവിൽ വന്നത് കേട്ടോ. എന്തൊക്കെയാണ്? തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണവ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് ചേർത്ത് കേരള സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥരാക്കി മാറ്റിയ നിയമമാണ് കേരള സർവീസ് റൂൾസ്. ഈ കേരള സർവീസ് റൂൾസ് നിലവിൽ വന്നത്
1951 നവംബർ 1-നാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 309 പ്രകാരമാണ് എന്ത് കേരള സർവീസ് റൂൾസ് നിലവിൽ വന്നത്. 3 പോയിന്റ് പറഞ്ഞ് ക്ലിയർ ആയിണ്ടോ? കമന്റ് ചെയ്യൂ. ഈ കേരള സർവീസ് റൂൾസിന് 3 ഭാഗങ്ങളുണ്ട്. ഭാഗം 1, ഭാഗം 2, ഭാഗം 3, അങ്ങനെ 3 തിരിക്കുന്നുണ്ട്. അതിൽ ഭാഗം 1 റൂൾ 1 മുതൽ 159 വരെ പറയുന്നുണ്ട്. ഭാഗം 1 റൂൾ 1 മുതൽ 159 വരെ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസുമായി ബന്ധപ്പെട്ട പൊതുവായ വ്യവസ്ഥകൾ, അതായത് ശമ്പളം, ലീവ്, വിദേശ സേവനം, അങ്ങനത്തൊക്കെയാണ് ഭാഗം 1 ഉൾപ്പെടുന്നത്. എന്നാണ് ഭാഗം 1 റൂൾ 1 മുതൽ 159 വരെ ഉള്ളതിൽ സർവീസുമായി ബന്ധപ്പെട്ട പൊതുവായ വ്യവസ്ഥകൾ, അതായത് ഉദ്യോഗസ്ഥരുടെ ശമ്പളം, ലീവ്, ഒരു വിദേശ സേവനം, ഇതൊക്കെയാണ് എന്ത് ഭാഗം 1 ഉൾപ്പെടുന്നത്. അടുത്താണ് ഭാഗം 2. അതിൽ റൂൾ 1 മുതൽ 116 വരെയാണ് ഉൾപ്പെടുന്നത്. അതായത് ഉദ്യോഗസ്ഥരുടെ യാത്രാ ചെലവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് എന്ത് ഭാഗം 2 എന്ന് പറയുന്നത്. അടുത്താണ് ഭാഗം 3. റൂൾ 1 മുതൽ 151 വരെയാണ് ഭാഗം 3. അതിൽ പെൻഷൻ നിയമങ്ങളാണ് പ്രതിപാദിക്കുന്നത്. എന്താണ് 3 ഭാഗങ്ങൾ പറഞ്ഞു കേരള സർവീസ് റൂൾസിന്റെ. ഭാഗം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൂൾ 1 മുതൽ 159 വരെയാണ്. അതിൽ സർവീസുമായി ബന്ധപ്പെട്ട പൊതുവായ വ്യവസ്ഥകൾ, അതായത് ശമ്പളം, ലീവ്, വിദേശ സേവനം തുടങ്ങിയവ ഉൾപ്പെടുന്നത്. ഭാഗം 2 എന്ന് പറഞ്ഞാൽ റൂൾ 1 മുതൽ 116 വരെയാണ്. അതിൽ ഉദ്യോഗസ്ഥരുടെ യാത്രാ ചെലവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അടുത്ത ഭാഗം 3 അതിൽ റൂൾ 1 മുതൽ 151 വരെയാണ്. അതിൽ പെൻഷൻ നിയമങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് കമന്റ് ചെയ്യുക ക്ലിയർ ആയെങ്കിൽ. ഓക്കെ സ്പീഡ് പറയാം. അടുത്താണ് ചീഫ് സെക്രട്ടറി. റൂൾ 3. ഓക്കെ റൂൾ 3 എന്ന് പറയുമ്പോൾ അല്ല, ഭാഗം 3, അതായത് റൂൾ 1 മുതൽ 151 വരെ, 151. ഭാഗം 3 റൂൾ 1 മുതൽ 151 വരെയാണ് ഉൾപ്പെടുന്നത്. അതിൽ പറയണത് പെൻഷൻ നിയമങ്ങളാണ്. അതായത് ഉദ്യോഗസ്ഥരുടെ പെൻഷനും കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഭാഗം 3. പെൻഷൻ നിയമങ്ങൾ ഭാഗം 3 ഉൾപ്പെടുന്ന പെൻഷൻ നിയമങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തൊരു ഇതിലേക്ക് പോവാം. ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞൊരു അടുത്ത് പറയുന്നത് കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ആര്? ചീഫ് സെക്രട്ടറി. സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവൻ ആരെയാണ്? ചീഫ് സെക്രട്ടറി തന്നെയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയുടെ പേര് അറിയൂ? അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി അറിയോ? കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് NES രാഘവനാചാരി. എന്താണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് NES രാഘവനാചാരി. അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ ചീഫ് സെക്രട്ടറി, കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു, NES രാഘവനാചാരി. കേരളത്തിലെ രണ്ടാമത്തെ ചീഫ് സെക്രട്ടറി AG മേനോൻ. കേരളത്തിലെ രണ്ടാമത്തെ ചീഫ് സെക്രട്ടറിയാണ് AG മേനോൻ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി, കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് പത്മ രാമചന്ദ്രൻ. രണ്ടാമത്തെ വനിതാ ചീഫ് സെക്രട്ടറി ലിസി ജേക്കബ്. കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് ലിസി ജേക്കബ്. പോയിന്റാണ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. ഒന്ന് കമന്റ് ചെയ്യൂ. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി
അറിയാവുന്നവരെന്ന് കമന്റ് ചെയ്യൂ. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വി വേണു. ആരാണ്? ഡോക്ടർ വി വേണു ആണ് എന്താ കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി. അതുപോലെ തന്നെ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവും കൂടി ആരാണ്? ഡോക്ടർ വി വേണു ആണ്. എന്താണ്? ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാണ് ഡോക്ടർ വി വേണു. അപ്പൊ എന്താണ് നമ്മൾ ചീഫ് സെക്രട്ടറി എന്നുള്ള ഭാഗത്തിൽ പറഞ്ഞത്? കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. സംസ്ഥാന സിവിൽ സർവീസിന്റെ തലവനാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയുടെ പേര് നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞിരുന്നത്? കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയുടെ പേര് ഒന്ന് കമന്റ് ചെയ്യൂ. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? NES രാഘവനാചാരി. ഓക്കെ. കേരളത്തിലെ രണ്ടാമത്തെ ചീഫ് സെക്രട്ടറി AG മേനോൻ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറിയാണ് ആര്? പത്മ രാമചന്ദ്രൻ. അതുപോലെ രണ്ടാമത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് ലിസി ജേക്കബ്. രണ്ടാമത്തെ ചീഫ് സെക്രട്ടറി ലിസി ജേക്കബ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് വി വേണു, ഡോക്ടർ വി വേണു IAS. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വി വേണു IAS. അതുപോലെ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? ഡോക്ടർ വി വേണു. ഇതുവരെ എടുത്തത് ചീഫ് സെക്രട്ടറി എന്നുള്ള ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. അത് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇതെടുത്ത് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ്. അടുത്തൊരു സെക്രട്ടേറിയറ്റ്. സർക്കാർ സെക്രട്ടേറിയറ്റിലെ വകുപ്പുകളുടെ എണ്ണമാണ് 44. സർക്കാർ സെക്രട്ടേറിയറ്റിലെ വകുപ്പുകളുടെ എണ്ണം 44ആണ്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മാനുവൽ പുറത്തിറങ്ങിയ വർഷം 1957. സെക്രട്ടേറിയറ്റ് മാനുവൽ പുറത്തിറക്കിയ വർഷമാണ് 1957. നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നവിടെ കേരള സെക്രട്ടേറിയറ്റ് സ്ഥലം അറിയോ? കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് ആർക്കെങ്കിലും അറിയാമോ? തിരുവനന്തപുരം. കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവാണ് ആയില്യം തിരുനാൾ. ആരാണ് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ്? ആയില്യം തിരുനാൾ. അദ്ദേഹത്തിന്റെ ദിവാനായിരുന്നു ടി മാധവറാവു. എന്താണ്? സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവാണ് ആയില്യം തിരുനാൾ. അദ്ദേഹത്തിന്റെ ദിവാനായിരുന്നു ടി മാധവറാവു. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? വില്യം ബാർട്ടൺ ആണ്. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടൺ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സർക്കാർ സെക്രട്ടേറിയറ്റിലെ വകുപ്പുകളുടെ എണ്ണം 44ആണ്. സെക്രട്ടേറിയറ്റ് മാനുവൽ പുറത്തിറക്കിയ വർഷം 1957ആണ്. കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ് ആയില്യം തിരുനാളാണ്. ആരാണ്? ആയില്യം തിരുനാൾ. അദ്ദേഹത്തിന്റെ ദിവാന്റെ പേരാണ് എന്ത്? ടി മാധവറാവു. അദ്ദേഹത്തിന്റെ ദിവാനായിരുന്നു ടി മാധവറാവു. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? വില്യം ബാർട്ടൺ ആണ്. ആരാണ്? വില്യം ബാർട്ടൺ ആണ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി. ഇതാണ് ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ സെക്രട്ടേറിയറ്റിൽ വരുന്നത്. അടുത്ത ഭാഗമാണ് ജില്ലാ കളക്ടർ. ഭാഗമാണ് ജില്ലാ കളക്ടർ. ഇതൊക്കെ അല്ലേ? ഇവിടുത്തെ ഇതൊക്കെ അല്ലേ? ഇതാണ് ജില്ലാ കളക്ടർ. അതായത് ഒരു ജില്ലയിലെ എല്ലാ ഭരണവും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ആര്? ജില്ലാ കളക്ടർ. അതായത് ഒരു ജില്ലയിലെ എല്ലാ ഭരണവും നിയന്ത്രിക്കുന്ന
ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. കളക്ടറെ തെരഞ്ഞെടുക്കുന്നതിനായി UPSC നടത്തുന്ന പരീക്ഷയാണ് എന്ത്? സിവിൽ സർവീസ് പരീക്ഷ. എന്താണ്? കളക്ടറെ തെരഞ്ഞെടുക്കുന്നതിനായി UPSC നടത്തുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ. അതുപോലെ തന്നെ ഈ ജില്ലാ കളക്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജില്ലാ മജിസ്ട്രേറ്റ്. ആള് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജില്ലാ കളക്ടർ തന്നെയാണ്. ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്നത് ആരാണ്? ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്നത് സബ് കളക്ടർ അല്ലെങ്കിൽ RDO എന്ന് പറയും. എന്താണ്? ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളിലെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് ആര്? സബ് കളക്ടർ അല്ലെങ്കിൽ RDO. ഈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് RDO. എന്താണ്? ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് RDO. RDO മീൻസ് റവന്യൂ ഡിവിഷൻ ഓഫീസർ. RDO റവന്യൂ ഡിവിഷൻ ഓഫീസർ. എന്താണ് പറഞ്ഞത്? ഒരു ജില്ലയിലെ എല്ലാ ഭരണവും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. അതുപോലെ തന്നെ കളക്ടറെ തെരഞ്ഞെടുക്കുന്ന UPSC നടത്തുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ. ജില്ലാ മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്ന ജില്ലാ കളക്ടറാണ്. ജില്ലകളിലെ റവന്യൂ ഡിവിഷനിലെ ചുമതല വഹിക്കുന്ന ആരാണ്? സബ് കളക്ടറാണ് അല്ലെങ്കിൽ RDO ആണ്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്ന ആരാണ്? RDO റവന്യൂ ഡിവിഷണൽ ഓഫീസർ. ജില്ലകളിലെ റവന്യൂ ഡിവിഷനിലെ പ്രധാന ഘടകങ്ങളാണ് താലൂക്കുകൾ. ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ പ്രധാന ഘടകങ്ങളാണ് താലൂക്കുകൾ. ഈ താലൂക്കുകളുടെ തലവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തഹസിൽദാർ. താലൂക്കുകളുടെ തലവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തഹസിൽദാർ. താലൂക്കുകളുടെ അടിസ്ഥാന ഘടകങ്ങളാണ് വില്ലേജുകൾ. താലൂക്കുകളുടെ അടിസ്ഥാന ഘടകങ്ങൾ വില്ലേജുകളാണ്. വില്ലേജ് ഭരണത്തിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തി ആർക്കെല്ലാം അറിയോ? വില്ലേജ് ഭരണത്തിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തി അറിയാമെന്ന് കമന്റ് ചെയ്യൂ. വില്ലേജ് ഭരണത്തിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തി അറിയപ്പെടുന്നു. സ്പീഡ് കൂടുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് അടിക്കാം. ഒരു ജില്ലയിലെ എല്ലാ ഭരണവും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ജില്ലാ കളക്ടറാണ്. ഒരു ജില്ലയിലെ എല്ലാ ഭരണവും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടറാണ്. കളക്ടറെ തിരഞ്ഞെടുക്കുന്നതിനായി UPSC നടത്തുന്ന പരീക്ഷയാണ് എന്ത്? സിവിൽ സർവീസ് പരീക്ഷ. ജില്ലാ മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളിലെ ചുമതല വഹിക്കുന്ന വ്യക്തി സബ് കളക്ടർ അല്ലെങ്കിൽ RDO ആണ്. ഈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി RDO ആണ്. RDO എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ. അതുപോലെ തന്നെ ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ പ്രധാന ഘടകങ്ങളാണ് എന്ത്? താലൂക്കുകൾ. അതാണ് ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ പ്രധാന ഘടകങ്ങളാണ് താലൂക്കുകൾ. താലൂക്കുകളുടെ തലവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? തഹസിൽദാർ. താലൂക്കുകളുടെ തലവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തഹസിൽദാർ. താലൂക്കുകളുടെ അടിസ്ഥാന ഘടകങ്ങളാണ് വില്ലേജുകൾ. താലൂക്കുകളുടെ അടിസ്ഥാന ഘടകങ്ങളാണ് എന്ത്? വില്ലേജുകൾ. വില്ലേജ് ഭരണത്തിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് വില്ലേജ് ഓഫീസർ. വില്ലേജ് ഭരണത്തിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് വില്ലേജ് ഓഫീസർ. ഭൂപരിഷ്കരണം, ഇലക്ഷൻ, റവന്യൂ റിക്കവറി, ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ആദ്യ ഡെപ്യൂട്ടി കളക്ടർ. അതായത് ഭൂപരിഷ്കരണം, ഇലക്ഷൻ, റവന്യൂ റിക്കവറി, ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി കളക്ടർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഡെപ്യൂട്ടി കളക്ടറുടെ പേരറിയോ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഡെപ്യൂട്ടി കളക്ടർ ഉള്ള പേരാണ് ചൂരായി കണാരൻ. 1859 മലബാർ മേഖലയിലായിരുന്നു ആള് ഫസ്റ്റ് ഡെപ്യൂട്ടി കളക്ടർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഡെപ്യൂട്ടി കളക്ടറാണ് ചൂരായി കണാരൻ. കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1859 മലബാർ മേഖലയിൽ. എന്തൊക്കെയാണ് നമ്മൾ ഒന്നുകൂടി വായിക്കാം, സംശയം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഒരു ജില്ലയിലെ എല്ലാ ഭരണവും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. കളക്ടറെ തെരഞ്ഞെടുക്കുന്നതിനായി UPSC നടത്തുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ. ജില്ലാ മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജില്ലാ കളക്ടർ. ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളിലെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് ആര്? സബ് കളക്ടർ അല്ലെങ്കിൽ RDO. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? RDO റവന്യൂ ഡിവിഷണൽ ഓഫീസർ. ജില്ലകളിലെ റവന്യൂ ഡിവിഷനിലെ പ്രധാന ഘടകങ്ങളാണ് എന്ത്? താലൂക്കുകൾ. താലൂക്കുകളുടെ തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? തഹസിൽദാരാണ്. താലൂക്കുകളുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്നറിയപ്പെടുന്നത് വില്ലേജുകളാണ്. വില്ലേജ് ഭരണത്തിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് ആര്? വില്ലേജ് ഓഫീസർ. ഭൂപരിഷ്കരണം, ഇലക്ഷൻ,
റവന്യൂ റിക്കവറി, ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി കളക്ടർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഡെപ്യൂട്ടി കളക്ടറാണ് ചൂരായി കണാരൻ. 1859 കാലഘട്ട ആൾ ഡെപ്യൂട്ടി കളക്ടറായ കാലഘട്ടം അത് മലബാർ മേഖലയിലായിരുന്നു. 1859 കേട്ടോ. അപ്പൊ ഇത്രയാണ് ജില്ലാ കളക്ടറുടെ പോയിന്റ്സ് വരുന്നത്. ഇതുവരെ എല്ലാവരും പറഞ്ഞ പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നത്. ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും, ക്ലിയർ ആയെങ്കിൽ. ഭൂപരിഷ്കരണം. ഓക്കെ, പറയാൻ ഭൂപരിഷ്കരണം. ഭൂപരിഷ്കരണം പോലല്ലേ. അതായത് ഭൂപരിഷ്കരണം, ഇലക്ഷൻ, റവന്യൂ റിക്കവറി, അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി കളക്ടർ. അതായത് പാവപ്പെട്ടവർക്കെല്ലാം ഭൂമികളെല്ലാം സർക്കാർ ഭൂമികളും ഏറ്റെടുത്ത പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നതും, അതുപോലെ തന്നെ ഇലക്ഷൻ, അതുപോലെ റവന്യൂ റിക്കവറി, അങ്ങനെ ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി കളക്ടർ. ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്താണ് പൊതുഭരണം. പൊതുഭരണത്തിൽ പറയുന്ന ആദ്യത്തെ പോയിന്റാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ്. എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വൂഡ്രോ വിൽസൺ. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വൂഡ്രോ വിൽസൺ. ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവാണ് പോൾ എച്ച് അപ്ലബി. പോൾ എച്ച് അപ്ലബി. ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവാണ് പോൾ എച്ച് അപ്ലബി. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിന്റെ അർത്ഥമാണ് സേവനം കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ അർത്ഥമാണ് സേവനം. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന പദം രൂപീകരിച്ചത്, ഉദ്യോഗസ്ഥ വൃന്ദം എന്ന പദം രൂപീകരിച്ച് വിൻസെന്റ് ഡി ഹൗർണിയാണ്. എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന പദം രൂപീകരിച്ച ആരാണ്? വിൻസെന്റ് ഡി ഹൗർണിയാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളാണ് 5 സവിശേഷതകൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് ശ്രേണിപരമായ സംഘാടനം. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ 5 പോയിന്റ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ശ്രേണിപരമായ സംഘാടനം. 2 വൈദഗ്ധ്യം, 3 രാഷ്ട്രീയ നിഷ്പക്ഷത, 4 സ്ഥിരത, 5 യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. എന്താണ് 5 പോയിന്റ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ പറയുന്നത് 5 പോയിന്റ് ആണ് പറയുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്താണ്? ശ്രേണിപരമായ സംഘാടനം, വൈദഗ്ധ്യം, രാഷ്ട്രീയ നിഷ്പക്ഷത, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. സ്ഥാപിതമായത് 1954 1954 എന്ത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ
സ്ഥാപിതമായി. ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയിലാണ്. 1954 സ്ഥാപിതമായി. അതുപോലെ തന്നെ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പുറത്തിറക്കുന്ന സ്ഥാപനം. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പുറത്തിറക്കുന്ന സ്ഥാപനം പബ്ലിക് അഫയേഴ്സ് സെന്റർ ബാംഗ്ലൂരാണ്. അത് 1994 സ്ഥാപിതമായത്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പുറത്തിറക്കുന്ന സ്ഥാപനമാണ് പബ്ലിക് അഫയേഴ്സ് സെന്റർ. ബാംഗ്ലൂരാണ് ആസ്ഥാനം. സ്ഥാപിതമായത് 1994. അതുപോലെ തന്നെ പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എൻ ഗ്ലാഡൻ. ആളൊരു പാശ്ചാത്യ ചിന്തകനാണ്. എന്താണ് പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എൻ ഗ്ലാഡൻ. ആളൊരു പാശ്ചാത്യ ചിന്തകനാണ്. അടുത്തതാണ് ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. അറിയണ്ടാവില്ല എല്ലാവർക്കും. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഒന്ന് കമന്റ് ചെയ്യൂ. എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. അറിയാമോ? ഗാന്ധി. ഓക്കെ. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ് മഹാത്മാഗാന്ധി. നമ്മളിപ്പോ പറഞ്ഞത് പൊതുഭരണമാണ്. പൊതുഭരണത്തിലെ പോയിന്റ്സ് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കും. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവാണ് വൂഡ്രോ വിൽസൺ. ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവാണ് പോൾ എച്ച് അപ്ലബി. അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിന്റെ അർത്ഥമാണ് സേവനം. അതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സേവനം എന്നാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന പദം രൂപീകരിച്ച് വിൻസെന്റ് ഡി ഹൗർണിയാണ്. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന പദം രൂപീകരിച്ച് വിൻസെന്റ് ഡി ഹൗർണി. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്താണ്? 5 പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ പോയിന്റ് ശ്രേണിപരമായ സംഘാടനം, രണ്ടാമത്തെ പോയിന്റ് വൈദഗ്ധ്യം, 3 രാഷ്ട്രീയ നിഷ്പക്ഷത, 4 സ്ഥിരത, 5 യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. എന്തൊക്കെയാണ് 5 പോയിന്റ്? ശ്രേണിപരമായ സംഘാടനം, വൈദഗ്ധ്യം, രാഷ്ട്രീയ നിഷ്പക്ഷത, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. അങ്ങനെ 5 പോയിന്റാണ് എന്ത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ പറഞ്ഞു. അടുത്താണ് എന്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം. അത് വരുന്നത് ന്യൂഡൽഹിയിലാണ്. 1954 സ്ഥാപിതമായി. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പുറത്തിറക്കുന്ന സ്ഥാപനമാണ് എന്ത്? പബ്ലിക് അഫയേഴ്സ് സെന്റർ. അതായത് അതിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. 1994 സ്ഥാപിതമായി. അപ്പോൾ ഒരു കോട്ടാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? എൻ ഗ്ലാഡൻ. ആളൊരു പാശ്ചാത്യ ചിന്തകനാണ്. അടുത്ത പോയിന്റ് ആണ് പറഞ്ഞത് ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? മഹാത്മാഗാന്ധി. ഇതിന് ഇത്രയും പോയിന്റ്സ് ആണ് എന്ത് പൊതുഭരണം എന്നുള്ള ഒരു ഭാഗത്ത് വരുന്നത്. അടുത്തൊരു ഭാഗമാണ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസ് ആണ് അടുത്ത ഭാഗം. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ പ്രധാന പരിഷ്കാരം എന്താണ്? നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരമാണ് ഇ ഗവേണൻസ്. പൂർണ്ണമായ ഡിജിറ്റലായി ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്ന കടലാസ് രഹിത സംവിധാനമാണ് ഇ ഓഫീസ്. എന്താണ്? ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരമാണ് ഇ ഗവേണൻസ്. അതുപോലെ തന്നെ പൂർണ്ണമായി ഡിജിറ്റലായി ഫയൽ കൈകാര്യം ചെയ്യുന്നതിന്, അതായത് പേപ്പറിന്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പൂർണ്ണമായി ഡിജിറ്റലായി ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്ന കടലാസ് രഹിത സംവിധാനമാണ് എന്ത്? ഇ ഓഫീസ്. അതുപോലെ ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയ സംരംഭമാണ് എന്ത്? അക്ഷയ കേന്ദ്രം. അക്ഷയ എല്ലാവർക്കും അറിയില്ലേ? അതായത് ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയ സംരംഭമാണ് അക്ഷയ കേന്ദ്രം. അതുപോലെ തന്നെ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്ന വർഷമാണ് എത്ര? 2006 കേട്ടോ. 2006 നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്നത്. ഇതിലാ കൂടി 4 പോയിന്റ്സ് ആണ് വരുന്നത്. ഒന്ന്, ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രധാന പരിഷ്കരണമാണ് ഇ ഗവേണൻസ്. അത് പൂർണ്ണമായി എന്താണ്? ഡിജിറ്റലായി ഫയൽ കൈകാര്യം ചെയ്യുക, അതായത് പേപ്പർ രഹിതം ഓഫീസ്. അതായത് പൂർണ്ണമായി ഡിജിറ്റലായി ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്ന കടലാസ് രഹിത സംവിധാനമാണ് എന്ത്? ഇ ഓഫീസ്. അതുപോലെ തന്നെ ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയ സംരംഭമാണ് അക്ഷയ കേന്ദ്രം.
അടുത്ത പോയിന്റ് വരുന്നതാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്നത് 2006 ഇതിൽ നാല് പോയിന്റ്സ് ആണ് ഇതിൽ വരുന്നത്. അടുത്ത ഭാഗമാണ് ലോക്പാൽ അല്ലെങ്കിൽ ലോകായുക്ത, രണ്ടും വരുന്നുണ്ട്, ലോക്പാലും ലോകായുക്തയും. ഫസ്റ്റ് പോയിന്റ് ആണ്, ഭരണത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനങ്ങളാണ് എന്ത്? ലോക്പാലും ലോകായുക്തയും. എന്താണ് പറയുന്നത്? ഇപ്പൊ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ഈ ലോക്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ്. എന്താണ്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. അപ്പൊ എന്താ ഈ ലോകായുക്ത എന്തായിരിക്കും? സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് എന്ത്? ലോകായുക്ത. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. അപ്പൊ എന്താണ്? ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. അതില് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ലോക്പാലിന്റെ പരിധിയിൽ വരും. എന്താണ്? എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും എന്താണ്? ലോക്പാലിന്റെ പരിധിയിൽ വരും. പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമാണ് ലോകായുക്തയുടെ പരിധിയിൽ വരുന്നത്. എന്താണ്? പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമാണ് ലോകായുക്തയുടെ പരിധിയിൽ വരുന്നത്. ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷമാണ് 2014 ജനുവരി 16. എന്നാണ്? ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷമാണ് 2014 ജനുവരി 16. അപ്പൊ പോയിന്റ്സ് ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് വായിക്കാം. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനങ്ങളാണ് ഏതൊക്കെ? ലോകായുക്തയും ലോക്പാലും. അതിൽ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാ? ഒന്ന് കമന്റ് ചെയ്യൂ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ കേട്ടോ. ലോകായുക്ത അല്ല, ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ, ലോകായുക്ത അല്ല. ലോകായുക്ത എന്താണ്? സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് കേട്ടോ. ഒന്ന് തിരുത്തിക്കോളൂ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് എന്ത്? ലോക്പാൽ. ലോകായുക്ത എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ്. അതുപോലെ തന്നെ എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ലോക്പാലിന്റെ പരിധിയിൽ വരും. എന്താണ്? എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ലോക്പാലിന്റെ പരിധിയിൽ വരും. അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമാണ് എന്ത്? ലോകായുക്തയുടെ പരിധി വരുന്നത്. ലോക്പാലിന്റെ പരിധിയിൽ വരുന്ന എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും. ലോകായുക്തയുടെ പരിധിയിൽ വരുന്നതാണ് പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും. അതുപോലെ തന്നെ ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷമാണ് 2014 ജനുവരി 16. ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 2014 ജനുവരി 16. ഇത് കറക്റ്റ് ആയല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ഭാഗമാണ് സേവന അവകാശ നിയമം. സേവനാവകാശ നിയമമാണ് അടുത്ത ഭാഗം പറയുന്നത്. അതായത് കേരള സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് എന്ത്? സേവനാവകാശ നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ലഭ്യമാക്കാൻ ജനങ്ങൾക്ക് അതായത് സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരം നോക്കുന്ന നിയമമാണ് എന്ത്? സേവനാവകാശ നിയമം. ഈ സേവനാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ് കേട്ടോ. സേവനാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അതാണ് മധ്യപ്രദേശ്. 2010 നടപ്പിലാക്കിയത്. എന്താണ്? സേവനാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2010 നടപ്പിലാക്കിയത്. കേരള സംസ്ഥാന സേവനാവകാശം നിലവിൽ വന്ന വർഷമാണ് 2012 നവംബർ 1. കേരള സംസ്ഥാന സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് 2012 നവംബർ 1. 3 പോയിന്റ്സ് പറയുന്നുണ്ട്. സേവനാവകാശ നിയമത്തിൽ സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരം ഒരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. അതുപോലെ സേവനാവകാശ നിയമം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. 2010 വന്നത്. കേരള സംസ്ഥാന സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് 2012 നവംബർ 1.
കേരള സംസ്ഥാന സേവന അവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് 2012 നവംബർ 1. ഇത് ക്ലിയർ അല്ലേ? 3 പോയിന്റ് റിപ്പീറ്റ് പറയണോ? മൂന്ന് പോയിന്റ് ഒന്നുകൂടി ഞാൻ പറയാം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. സേവനാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. 2010 നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ കേരള സംസ്ഥാന സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് 2012 നവംബർ 1. അടുത്ത് പറയാൻ പോകുന്ന ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്? അതിൽ ഫസ്റ്റ് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 309. അതായത് യൂണിയനെയോ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനാണ് എന്ത് ആർട്ടിക്കിൾ 309 ഉൾപ്പെടുന്നത്. എന്താണ് ആർട്ടിക്കിൾ 309 ഉൾപ്പെടുന്നത്? യൂണിയനെയോ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനം. അതായത് അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ആർട്ടിക്കിൾ 309 ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്ത് പറഞ്ഞ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 310. അതായത് ഉദ്യോഗസ്ഥരുടെ കാലാവധി. അതായത് ഇങ്ങനെ നിയമിച്ച ഉദ്യോഗസ്ഥരുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 310. പിന്നെ 311. അതായത് പിരിച്ചുവിടൽ, നീക്കം ചെയ്യൽ. അതായത് അവരെ നിയമിക്കും. ആ ആർട്ടിക്കിളാണ് 309 നിയമനം. പിന്നെ ആർട്ടിക്കിൾ 310 പറയണത് എന്താണ് ഉദ്യോഗസ്ഥരുടെ കാലാവധി പറയുന്നത്. പിന്നെ 311 പറയണത് എന്ത് പിരിച്ചുവിടൽ അല്ലെങ്കിൽ അവരെ നീക്കം ചെയ്യൽ. പിന്നെ അടുത്താണ് ആർട്ടിക്കിൾ 312. ആർട്ടിക്കിൾ 312 അഖിലേന്ത്യാ സർവീസ് കേട്ടിട്ടുണ്ടോ? ആർട്ടിക്കിൾ 312 അഖിലേന്ത്യാ സർവീസ്. അടുത്താണ് ആർട്ടിക്കിൾ 315 യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകൾ. രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ സാധിക്കുന്നു. എന്താണ് ആർട്ടിക്കിൾ 315 പറയുന്നത്? യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകൾ അല്ലെങ്കിൽ രണ്ടോ അതിലധികം സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ സാധിക്കുന്നു. അതായത് യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ്. അപ്പൊ അതായത് കേരളത്തിലാണെങ്കിൽ കേരള PSC ഉണ്ട്. പിന്നെ മറ്റേ യൂണിയന്റെ ഒക്കെ UPSC ഉണ്ട്. പിന്നെ രണ്ടോ അതിലധികം സംസ്ഥാനങ്ങൾക്ക് എന്താണ് ഒരു പൊതുവായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ സാധിക്കുന്നു. അത് രണ്ടോ അല്ലെങ്കിൽ 3 സംസ്ഥാനങ്ങൾ കൂടിയിട്ട് അവർക്ക് പൊതുവായിട്ടൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് പറഞ്ഞ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315. അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 316. ഇതിൽ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ എന്താണ് കാലാവധി നിയമന കാലാവധിയാണ്. നിയമനം കാലാവധി രണ്ടും ഉൾപ്പെടുന്നുണ്ട് ആർട്ടിക്കിൾ 316. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ആർട്ടിക്കിൾ 309 യൂണിയനെയോ അല്ലെങ്കിൽ സംസ്ഥാനമോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനം. ഉദ്യോഗസ്ഥരുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 309. ആർട്ടിക്കിൾ 310 എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ കാലാവധിയാണ്. 311 അവരെ പിരിച്ചുവിടൽ അല്ലെങ്കിൽ നീക്കം ചെയ്യൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് എന്ത് 311. ആർട്ടിക്കിൾ 312 അഖിലേന്ത്യാ സർവീസ് ആണ്. 315 യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകൾ. രണ്ടോ അതിലധികം സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ സാധിക്കുന്നു. അത് പറയുന്ന ആർട്ടിക്കിളാണ് 315. 316 പറയുന്നത് നിയമനം അല്ലെങ്കിൽ കാലാവധി. പിന്നെ പറയുന്ന ഒരു പോയിന്റ് ആണ് ആർട്ടിക്കിളാണ് 317. ആർട്ടിക്കിൾ 317 ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അംഗങ്ങളെ നീക്കം ചെയ്യല്. ആർട്ടിക്കിൾ 317 പറയുന്ന അംഗങ്ങളെ നീക്കം ചെയ്യൽ പറയുന്നത് തന്നെയാണ് 317. പിന്നെ ആർട്ടിക്കിൾ 318 അവരുടെ സേവന വ്യവസ്ഥകൾ. അതായത് അവരുടെ ശമ്പളവും കാര്യങ്ങളും അലവൻസും ഒക്കെ പറയണത് ആർട്ടിക്കിൾ 318. അവരുടെ സേവന വ്യവസ്ഥകൾ, ഉദ്യോഗസ്ഥരുടെ സേവന വ്യവസ്ഥകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 318. ആർട്ടിക്കിൾ 319 അംഗമായിരിക്കുന്ന വ്യക്തികൾ മറ്റുദ്യോഗങ്ങൾ വഹിക്കാൻ പാടില്ല. അതായത് ഉദ്യോഗസ്ഥരെ ആർട്ടിക്കിൾ 319 പറയുന്ന അംഗമായിരിക്കുന്ന വ്യക്തികൾ മറ്റു ഉദ്യോഗങ്ങൾ വഹിക്കാൻ പാടില്ല. അതായത് അവരുടെ മറ്റേ ജോലി കാലാവധി അവസാനിച്ചാൽ എന്താണ് വേറെ ഉദ്യോഗങ്ങൾ വഹിക്കാൻ പാടില്ല. ഉദ്യോഗസ്ഥ കാലാവധി കഴിഞ്ഞാലും അവർ വേറെ ഉദ്യോഗങ്ങൾ വഹിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 320 പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ ചുമതലകൾ. എന്താണ് ആർട്ടിക്കിൾ 320 പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 322 അടുത്തത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചിലവുകൾ. 320 ചുമതല, 322 പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചിലവുകൾ. അടുത്തത് 323 റിപ്പോർട്ടുകളാണ്.
പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിപ്പോർട്ടുകൾ എന്നാണ്. അപ്പൊ 320 പറഞ്ഞു പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകൾ പറഞ്ഞു, 322 പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചിലവുകൾ പറഞ്ഞു, 323 പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പറഞ്ഞു, 323 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ആർട്ടിക്കിൾ 323 പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ചിട്ടാണ്. 323 എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ടുകളെയാണ്. 323 എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ 13 ആർട്ടിക്കിളോളം പറഞ്ഞു കഴിഞ്ഞു. അതൊന്ന് റിപ്പീറ്റ് പറയാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. ആർട്ടിക്കിൾ 309 ഫസ്റ്റ് പറഞ്ഞത്, അതായത് യൂണിയനെയോ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് എന്ത്? ആർട്ടിക്കിൾ 309. ആർട്ടിക്കിൾ 310 എന്ന് പറയുന്നത് എന്താണ്? ഉദ്യോഗസ്ഥരുടെ കാലാവധിയാണ്, ജോലിയുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിളാണ് 310. പിന്നെ അവരെ ആർട്ടിക്കിൾ 311, അതായത് അവരെ പിരിച്ചുവിടൽ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യാന്ന് പറയുന്നതാണ് 311. ആർട്ടിക്കിൾ 312 ആണ് എന്ത്? അഖിലേന്ത്യാ സർവീസ്. ആർട്ടിക്കിൾ 315 യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകൾ. അതുപോലെ തന്നെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതുവായിട്ട് എന്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ സാധിക്കും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 315. ആർട്ടിക്കിൾ 316 പറയുന്നത് നിയമനം കാലാവധിയും തന്നെയാണ്. ആർട്ടിക്കിൾ 317 പറയുന്നത് അംഗങ്ങളെ നീക്കം ചെയ്യല്. അംഗങ്ങളെ നീക്കം ചെയ്യലാണ് എന്ത്? ആർട്ടിക്കിൾ 317. ആർട്ടിക്കിൾ 318 അവരുടെ സേവന വ്യവസ്ഥകൾ, അതായത് ശമ്പളവും കാര്യങ്ങളും അലവൻസുകളൊക്കെ ഉൾപ്പെടുന്നതാണ് ആർട്ടിക്കിൾ 318 സേവന വ്യവസ്ഥകൾ. ആർട്ടിക്കിൾ 319 അംഗമായിരിക്കുന്ന വ്യക്തി മറ്റു ഉദ്യോഗങ്ങൾ വഹിക്കാൻ പാടില്ല, അതായത് അവരുടെ സേവന കാലാവധി കഴിഞ്ഞാലും അവർ വേറെ ഉദ്യോഗം വഹിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 320 പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 320 പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതല. 322 പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചിലവുകളെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 323 പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിപ്പോർട്ടുകളാണ് പറയുന്നത്, അതായത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് എന്ത്? ആർട്ടിക്കിൾ 323. പിന്നെ പറഞ്ഞാണ് ആർട്ടിക്കിൾ 323 അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ്. ആർട്ടിക്കിൾ 323 പ്രതിപാദിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ചാണ്. അപ്പൊ 13 ആർട്ടിക്കിളാണ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞത്. എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റിലോട്ട് പോക്കോട്ടെ, ഒന്ന് കമന്റ് ചെയ്തേ. അല്ലേ? അതായത് 309 യൂണിയനെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനം. യൂണിയനെയോ അതായത് കേന്ദ്രത്തെയോ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് എന്ത്? 309. ഓക്കെ ആണോ? ഓക്കെ. അടുത്താണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് PSC. കേരള PSC നിലവിൽ വന്നത് വർഷം അറിയോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. ഭാഗം 14 ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് അതിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണം ആർട്ടിക്കിൾ 315 പ്രകാരമാണ്. അംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ അതായത് PSCയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ചെയർമാൻ എന്നിവയുടെ നിയമനം നടത്തുന്ന ആരാണ്? ഗവർണറാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളുടെ അല്ലെങ്കിൽ ചെയർമാന്റെ നിയമനം നടത്തുന്ന ആരാണ്? ഗവർണറാണ്. അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ചെയർമാൻ ഉൾപ്പെടെ എത്ര പാടുള്ളൂ? 21. അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ 21 ആളാണ് വേണ്ടത്.
എന്താണ് കേരള സംസ്ഥാന കേരള PSC, അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. ഭാഗം 14 പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 315-323 പറയുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരണം ആർട്ടിക്കിൾ 315 പ്രകാരമാണ്. അതുപോലെ തന്നെ PSCയിലെ അംഗങ്ങളുടെ അല്ലെങ്കിൽ ചെയർമാൻ എന്നിവരുടെ നിയമനം നടത്തുന്ന ആരാണ്? ഗവർണറാണ് നടത്തുന്നത്. അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ 21 പേരാണ്. അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 21 ആളുകളാണ്. അതുപോലെ തന്നെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, അതായത് ഒരു കൊല്ലത്തെ റിപ്പോർട്ട് ഇവര് സമർപ്പിക്കുന്ന ആർക്കാണ്? ഗവർണറുടെ മുന്നിലാണ്. ഗവർണർക്കാണ് ഇവര് ആ വർഷത്തെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതുപോലെ രാജിക്കത്ത്, ഇവര് ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ രാജിക്കത്ത് നൽകേണ്ട ആർക്ക് തന്നെയാണ്? ഗവർണർക്ക് തന്നെയാണ്. അതുപോലെ പക്ഷെ നീക്കം ചെയ്യാനുള്ള അധികാരം, ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കായിരിക്കും? ഒന്ന് കമന്റ് ചെയ്യൂ. ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കായിരിക്കും? രാഷ്ട്രപതിക്കാണ് കേട്ടോ. അതായത് ഇവര് റിപ്പോർട്ട് സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ രാജിക്കത്ത് സമർപ്പിക്കുന്നതൊക്കെ ഗവർണർക്കാണ്. പക്ഷെ ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അതുപോലെ ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് ഇവരുടെ നിയമന കാലാവധി. ഈ സംസ്ഥാന PSC കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും പ്രായപരിധി 60 വയസ്സിൽ നിന്ന് 62 വയസ്സിലേക്ക് ഉയർത്തിയ ഭേദഗതിയാണ് 41-ാം ഭേദഗതി. എന്താണ്? സംസ്ഥാന PSC കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും പ്രായപരിധി 60 വയസ്സിൽ നിന്ന്, അതായത് 60 വയസ്സായിരുന്നു, അത് 60-ൽ നിന്ന് 62-ലേക്ക് ഉയർത്തിയ ഭേദഗതിയാണ് എന്ത്? 41-ാമത്തെ ഭേദഗതി. അതുപോലെ തന്നെ കേരള PSCയുടെ ആസ്ഥാനം വരുന്ന എവിടെയാണ്? തുളസി ഹിൽസ്, തിരുവനന്തപുരം. എവിടെയാണ്? തുളസി ഹിൽസ്, തിരുവനന്തപുരമാണ് എന്ത്? കേരള PSCയുടെ ആസ്ഥാനം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് വിരമിക്കുന്ന ഒരു അംഗത്തിന് തുടർന്ന് UPSC ചെയർമാൻ അല്ലെങ്കിൽ UPSC അംഗം അല്ലെങ്കിൽ അതേ സംസ്ഥാനത്തിന്റെയോ മറ്റൊരു സംസ്ഥാനത്തിന്റെയോ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എന്നീ പദവികൾ വഹിക്കാൻ കഴിയും. എന്താണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് വിരമിക്കുന്ന ഒരു അംഗത്തിന്, അതായത് അതിന് റിട്ടയർ ആവുന്ന ഒരു അംഗത്തിന് വേണമെങ്കിൽ UPSC അംഗം അല്ലെങ്കിൽ UPSCയിലെ ചെയർമാനൊക്കെ ആവാം. അല്ലെങ്കിൽ അതേ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പബ്ലിക് സർവീസ് കമ്മീഷന്റെയോ ചെയർമാൻ എന്നീ പദങ്ങൾ വഹിക്കാം. പക്ഷെ അംഗമാവാൻ സാധിക്കില്ല. എന്താണ്? ആ വ്യക്തിക്ക് റിട്ടയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ UPSCയുടെ അല്ലെങ്കിൽ UPSC ചെയർമാൻ അല്ലെങ്കിൽ UPSC അംഗമാവാം. പക്ഷെ മറ്റൊരു സംസ്ഥാനത്തിലെ അംഗമാവാൻ പറ്റില്ല. നമ്മുടെ സംസ്ഥാനത്തിലും വീണ്ടും അംഗമാവാൻ പറ്റില്ല. ചെയർമാൻ ആവാൻ പറ്റും. ഈ തിരുവിതാംകൂർ, അടുത്താണ് തിരുവിതാംകൂർ PSC സ്ഥാപിതമായ വർഷം 1936-ലാണ് തിരുവിതാംകൂർ PSC സ്ഥാപിതമായത്. തിരുവിതാംകൂർ PSC രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ PSC രൂപീകൃതമാവാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നടന്ന വർഷം 1932. തിരുവിതാംകൂർ PSC കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. രൂപീകൃതമായ വർഷമാണ് 1932. കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷമാണ് 1947. കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷമാണ് എന്ത്? 1947. അതുപോലെ തന്നെ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷമാണ് 1949 ജൂലൈ 1. അടുത്താണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ആയി മാറിയത്. മുന്നേ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരുന്നു. അത് സ്ഥാപിതമായ 1936-ലാണ് നമ്മൾ പറഞ്ഞു. അത് കേരള PSC ആയി മാറിയ വർഷമാണ് എന്ത്? 1956. അതായത് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ആയി മാറിയ വർഷമാണ് 1956. തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാൻ ആരാണ്? GD നോക്സ് ആണ്. തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാനാണ് GD നോക്സ്. അതുപോലെ തന്നെ തിരുക്കൊച്ചിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? C കുഞ്ഞിരാമൻ. തിരുക്കൊച്ചിയുടെ ആദ്യ ചെയർമാനാണ് C കുഞ്ഞിരാമൻ. കേരള PSCയുടെ ആദ്യ ചെയർമാനാണ് PK വേലായുധൻ. അതായത് തിരുവിതാംകൂർ PSC സ്ഥാപിതമായത് 1936-ലാണ്. അത് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് 1956-ലാണ്. ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയപ്പോൾ ആദ്യത്തെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ആര്? VK വേലായുധൻ, നമ്മുടെ നിലവിലെ PSC ചെയർമാൻ.
നമ്മുടെ നിലവിലെ PSC ചെയർമാൻ അറിയാമോ? ഒന്ന് കമന്റ് ചെയ്യും. നിലവിലത്തെ ഇപ്പോഴത്തെ ഉള്ള പ്രസന്റ് PSC ചെയർമാൻ ആരാണ്? പേരൊന്ന് കമന്റ് ചെയ്യും. നിലവിലെ PSC ചെയർമാൻ MR ബൈജു കേട്ടോ. നിലവിലെ PSC ചെയർമാൻ MR ബൈജു. നമ്മളിപ്പോ തന്നെ പറഞ്ഞത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ പോയിന്റ്സ് കൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് ഇത് പറഞ്ഞ അവസാനിപ്പിക്കാം. അതായത് കേരള PSC കുറിച്ചാണ് പറഞ്ഞത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1956 നവംബർ 1 ഭാഗം 14 ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 315 മുതൽ 323 വരെ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 315 പ്രകാരമാണ്. അംഗങ്ങൾ അല്ലെങ്കിൽ ചെയർമാൻ, അതായത് PSCയിലെ അംഗങ്ങളെ അല്ലെങ്കിൽ അതിലത്തെ ചെയർമാൻ എന്നിവയുടെ നിയമനം നടത്തുന്ന ആരാണ്? ഗവർണറാണ് അവരെ നിയമിക്കുന്നത്. അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ 21 പേരാണ്. അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ 21 പേരാണ്. അവർ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, അതായത് ഒരു വർഷത്തെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ്. പക്ഷെ അവർ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്? രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്, രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. പക്ഷെ അവരെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് കേട്ടോ. നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഇവര് അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം മുതൽ 62 വയസ്സ് വരെയാണ്. 6 വർഷം മുതൽ 62 വയസ്സ് വരെയാണ് ഇവരുടെ നിയമന കാലാവധി. സംസ്ഥാന PSC കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും പ്രായപരിധി, അതായത് അവരുടെ 60 വയസ്സായിരുന്നു അവരുടെ പ്രായപരിധി, അത് 60-ൽ നിന്ന് 62 വയസ്സാക്കി ഉയർത്തിയ ഭേദഗതിയാണ് 41-ാം ഭേദഗതി. സംസ്ഥാന PSC കമ്മീഷനിലെ അംഗങ്ങളുടെ പ്രായപരിധി 60 വയസ്സായിരുന്നു, അത് 60-ൽ നിന്ന് 62-ആക്കി ഉയർത്തിയ ഭേദഗതിയാണ് 41-ാം ഭേദഗതി. കേരള PSCയുടെ ആസ്ഥാനം വരുന്നത് തുളസി ഹിൽസ് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് വിരമിക്കുന്ന ഒരു അംഗത്തിന് തുടർന്ന് PSC ചെയർമാൻ അല്ലെങ്കിൽ PSC അംഗം അല്ലെങ്കിൽ അതേ സംസ്ഥാനത്തിന്റെയും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തെയും പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എന്നീ പദവികൾ വഹിക്കാൻ കഴിയും. പിന്നെ നമ്മുടെ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലോ എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമാവാൻ കഴിയില്ല, എന്താണ് ചെയർമാൻ ആവാൻ കഴിയും. UPSCയിലെ ചെയർമാൻ ആവാൻ കഴിയും, UPSCയിലെ അംഗമാവാൻ കഴിയും. വേറെ സ്റ്റേറ്റിലും ചെയർമാൻ മാത്രമേ ആവാൻ കഴിയുള്ളൂ, വേറെ സ്റ്റേറ്റിലെ അംഗമാവാൻ കഴിയില്ല. അപ്പോൾ ഇനി ഒന്നുകൂടി വായിക്കാം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് വിരമിക്കുന്ന ഒരു അംഗത്തിന് തുടർന്ന് UPSC ചെയർമാൻ അല്ലെങ്കിൽ UPSC അംഗം ആവാൻ കഴിയും. അതേപോലെ തന്നെയാണ് അതേ സംസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിന്റെയോ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എന്നീ പദവികൾ വഹിക്കാൻ കഴിയും. അംഗമാവാൻ കഴിയില്ല, ചെയർമാൻ ആവാൻ കഴിയും. തിരുവിതാംകൂർ PSC സ്ഥാപിതമായ വർഷമാണ് 1936. തിരുവിതാംകൂർ PSC സ്ഥാപിതമായ വർഷമാണ് 1936. തിരുവിതാംകൂർ PSC രൂപീകൃതമാകാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഒന്ന് കമന്റ് ചെയ്തേ. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ. തിരുവിതാംകൂർ PSC രൂപീകൃതമാകാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഒന്ന് കമന്റ് ചെയ്തേ. തിരുവിതാംകൂർ PSC രൂപീകൃതമാകാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. നടന്ന വർഷം 1932. നോട്ട് വെച്ചോളൂ, 1932 എന്ത് നിവർത്തന പ്രക്ഷോഭം നടന്നത്. അതുപോലെ തന്നെ കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1947. കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1947. അതുപോലെ തന്നെ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1949 ജൂലൈ 1 എന്നാണ്. തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1949 ജൂലൈ 1. അതുപോലെ തന്നെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് കേരള PSC മാറിയത്. മുന്നേ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരുന്നു. 1936 രൂപീകൃതമായി. പിന്നെ അത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് 1956. പിന്നെ തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? GD നോക്സ് ആയിരുന്നു. തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാനാണ് GD നോക്സ്. തിരുക്കൊച്ചി PSCയുടെ ആദ്യ ചെയർമാനാണ് C കുഞ്ഞിരാമൻ. തിരുക്കൊച്ചി PSCയുടെ ആദ്യ ചെയർമാൻ C കുഞ്ഞിരാമൻ. കേരള PSCയുടെ ആദ്യ ചെയർമാനാണ്
VK വേലായുധൻ. കേരള PSC ആദ്യ ചെയർമാൻ VK വേലായുധൻ. നിലവിലെ PSC ചെയർമാനാണ് അത് MR ബൈജു ട്ടാ. നിലവിലെ PSC ചെയർമാനാണ് MR ബൈജു. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയാണ് എടുത്ത് നിർത്തുന്നത്. അപ്പോ എടുത്ത ഭാഗങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പബ്ലിക് സർവീസ് ആക്ട് പറഞ്ഞു 1968. പിന്നെ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിനെ കുറിച്ച് പറഞ്ഞു 1958. പിന്നെ കേരള സർവീസ് റൂൾസ് 1959 പറഞ്ഞു. പിന്നെ അതിന്റെ 3 ഭാഗങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗം 1, ഭാഗം 2, ഭാഗം 3 എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറിച്ച് പറഞ്ഞത് ചീഫ് സെക്രട്ടറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ സെക്രട്ടേറിയറ്റിനെ കുറിച്ച് പറഞ്ഞു, ജില്ലാ കളക്ടർ, പിന്നെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു പൊതുഭരണം, അതുപോലെ തന്നെ ഇ ഗവേണൻസ്, ലോക്പാൽ, ലോകായുക്ത, സേവന നിയമം, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഒരു 13 ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞാണ് PSC, സംസ്ഥാന PSC കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് ലാസ്റ്റ് പറഞ്ഞത്. ഇതുവരെ എടുത്ത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് നോട്ട് PDF ആയിട്ട് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ടൈം ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ എടുത്ത് ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ തന്നെ നോട്ട് PDF ഫയലാക്കിയിട്ട് ഗ്രൂപ്പിൽ ഇട്ട് തരാം. ശരി. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ശരി.